ഇങ്ങനെയുള്ള വാട്സപ്പ് മെസ്സേജുകൾ പോയ സമയത്താണ് പ്രതിപക്ഷം കേരളത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ ആളുകളുടെ ഡാറ്റ മുഴുവൻ സർക്കാർ ചോർത്തിയിരിക്കുന്നു. അതുകൂടാതെ ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. കൊറോണ എന്ന് പറയുന്നത് ഇന്ത്യ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ്. അതായത് ഈ കോളറയ്ക്ക് ശേഷം കേരളം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ കൊറോണ എന്ന് പറയുന്നത്. ഈ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്ന സമയത്ത് നമ്മളവിടെ നമ്മളുടെ എല്ലാ ഡാറ്റയും കൊടുക്കുന്നില്ലേ? അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഒരു ഹെൽത്ത് ഹിസ്റ്ററി, എന്താണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും അവരത് അത് നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രികൾക്ക് വിറ്റുകൂടെ? അതിനു വേണ്ടിയിട്ട് സർക്കാർ ഇങ്ങനത്തെ ഒരു ഡാറ്റ കളക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങളെ വെറും ബാലിശമായിട്ട് തന്നെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. നമസ്കാരം. കേരളത്തിലേക്ക് ദേശീയ നേതാക്കളുടെ ഒഴുക്കാണ്. രാഹുൽ ഗാന്ധിയും വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടേതെന്ന ഒരു ഓഡിയോ സന്ദേശം ജനങ്ങളുടെ ഫോണുകളിലേക്ക് വരാണ്. ഇന്ദിരാ ഗ്യാരണ്ടി പോലത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ അടങ്ങിയ ഒരു ഓഡിയോ സന്ദേശം. കുറച്ച് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ വികസന കാര്യങ്ങൾ പറയുന്ന ഒരു സന്ദേശം പോയി എന്ന പേരിൽ കേരളത്തിൽ പ്രതിപക്ഷം നടത്തിയ പുകിലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡാറ്റ ചോർച്ച എന്നൊക്കെ പറഞ്ഞ് വലിയ അന്താരാഷ്ട്ര വിഷയത്തിലൊക്കെ ഇതിവിടെ ചർച്ചകളും പ്രതിഷേധങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടേത് എന്ന രീതിയിൽ പോകുന്ന ഓഡിയോ സന്ദേശവും അന്ന് സർക്കാർ ചെയ്തതും തമ്മിൽ സത്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പല്ലേ ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്? അതായത് ഞാനിടുമ്പോൾ അത് വള്ളിക്കളസവും അവരിടുമ്പോൾ അത് ബർമുടയുമാകും എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതിന് തുല്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആളുകൾക്ക് ഞാൻ ക്ഷേമ പെൻഷൻ അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു വാട്സപ്പ് മെസ്സേജാണ് എല്ലാവർക്കും പോയത്. ആ വാട്സപ്പ് മെസ്സേജും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജീവനക്കാർക്ക് അവരുടെ കുടിശ്ശിക, DA കുടിശ്ശിക ഉൾപ്പെടെയുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നൽകിയിട്ടുണ്ട്, അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാട്സപ്പ് മെസ്സേജ് പോകുന്നത്. ഇങ്ങനെയുള്ള വാട്സപ്പ് മെസ്സേജുകൾ പോയ സമയത്താണ് പ്രതിപക്ഷം കേരളത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ ആളുകളുടെ ഡാറ്റ മുഴുവൻ സർക്കാർ ചോർത്തിയിരിക്കുന്നു. അതുകൂടാതെ ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. എന്തെല്ലാം പ്രസ്താവനകളാണ് ഓരോ ദിവസം നടത്തിക്കൊണ്ട് വന്നത്. നമുക്കിപ്പോൾ ഇന്ന് രാവിലെ നമ്മളുടെ ഒരു മൊബൈൽ ഫോണിലേക്ക് വന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. First, free bus travel for all women in government bus. Second, 1,000 rupees monthly assistance for every college-going girl. Third, welfare pension for senior citizens increased to 3,000 rupees per month and a dedicated department exclusively for senior citizen welfare. Fourth, 25 lakh rupees health insurance for every household, the Woman Chandi Suraksha Guarantee, a tribute to a beloved leader. Fifth, interest-free loans up to 5 lakh rupees for Kerala's youth to build their own businesses. We have delivered on our promises in Karnataka, Telangana and Himachal Pradesh. Keralam is next. This is my guarantee. Jai Keralam. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആളുകളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തോ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഈ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യാജ പ്രചരണം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷത്തിൻ്റെ അപക്വമായ ചില തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ പ്രസ്താവനകളാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇത് ഞാനൊരു കാര്യം പറയട്ടെന്ന്. കാരണം ഇതിനു മുമ്പ് സ്പ്രിംഗ്ലർ വിവാദം ഇവർ ഉയർത്തിക്കൊണ്ടുവന്നു. അത് 2001 പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. അതായത് കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലെ ഓരോ ആളുകളുടെയും വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്നു. അതായത് അവരുടെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നു. കാരണം അവർക്ക് ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടോ, അതോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തിനാണ്, ഇതിനെല്ലാം കൂടി ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഏകീകരിക്കുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കോവിഡിൻ്റെ കാലഘട്ടം നമുക്കറിയാം, നമ്മൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഒരു പക്ഷേ കൂടെ ഉണ്ടായി എന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഈ ഒരു ഡാറ്റ ശേഖരണത്തിലൂടെ ഗവൺമെൻറ് ലക്ഷ്യം വെച്ചെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഹോസ്പിറ്റലിലും ഈ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതായത് ഈ ഒരു രോഗി അവിടെ അഡ്മിറ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതൊരു പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരിക്കാം, ഒരുപക്ഷെ കോൺഷ്യസ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അൺകോൺഷ്യസിലാവുന്ന പേഷ്യൻസിനെ പോലും ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന
പറയുന്ന രീതിയിലേക്കുള്ള ഒരു ഡാറ്റ കളക്ഷൻ നടത്തിയ സമയത്ത് അത് ഇവിടെ വളരെ വലിയൊരു അഴിമതിയാണ്. അത് മൾട്ടിനാഷണൽ കമ്പനിക്ക്, അതായത് ഈ മെഡിക്കൽ രംഗത്തൊക്കെ റിസർച്ച് നടത്തുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് കേരളത്തിലുള്ള ആളുകളുടെ ഈ രോഗവിവരങ്ങൾ നൽകിയതിന് ശേഷം അത് ഏത് തരത്തിലുള്ള മരുന്നുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാ ശേഖരണം നടത്തിയത് എന്നുള്ള രീതിയിലുള്ള വലിയ ആരോപണമാണ് അന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നത്. അതിനുശേഷം അത് കോടതി കയറി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന സംഭവം എടുത്ത് നേരെ അവർ ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പേഷ്യൻസിന്റെ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ബേസിക് റിക്വയർമെന്റ് ആണല്ലോ. ഒരു ബേസിക്, അത് സ്വാഭാവികമായിട്ട് എന്താണ്, കൊറോണ എന്ന് പറയുന്നത് ഇന്ത്യ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ്. അതായത് ഈ കോളറയ്ക്ക് ശേഷം കേരളം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ പറഞ്ഞ കൊറോണ എന്ന് പറയുന്നത്. എത്ര ആളുകൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. കാരണം എല്ലാവരും ഭീതിയിലാവുന്നു. ആ സമയത്താണ് സർക്കാർ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ചെയ്ത കാര്യമാണിത്. കാരണം ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡർ ഇല്ല, ഞാൻ കോൺഷ്യസും അല്ല. ഞാനിപ്പോൾ BP മരുന്ന് കഴിക്കുന്നുണ്ടോ, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സർജറി ഞാൻ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡാറ്റ എനിക്ക് ഡോക്ടറോട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൽ ലഭ്യമാകുന്ന രീതി വന്നു കഴിഞ്ഞാൽ അതിലെന്താണ് തെറ്റുള്ളത്? വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ഇത് പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ നമ്മൾ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നു. ഈ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്ന സമയത്ത് നമ്മളവിടെ നമ്മളുടെ എല്ലാ ഡാറ്റയും കൊടുക്കുന്നില്ലേ? അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നേരത്തെ പേ എന്താണ്, നിങ്ങളുടെ ഒരു ഹെൽത്ത് ഹിസ്റ്ററി എന്താണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും അവരവിടെ അത് നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രികൾക്ക് വിറ്റുകൂടെ? ഇത് തീർച്ചയായിട്ടും സ്വകാര്യ ഇപ്പം നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തേക്കും വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വിളിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ഹെൽത്ത് ഹിസ്റ്ററി ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിദേശ കുത്തകകൾക്ക് സംഭരിക്കാനായിട്ട് ഈ ഗവൺമെൻറ് ഡാറ്റ കളക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നമ്മളെല്ലാവരും കൊടുത്തിട്ടുള്ള ഡാറ്റകളിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടും. സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ച് അങ്ങനെ ഡാറ്റ കൈമാറിയിട്ട് കാശ് മേടിക്കുന്നതിനും പ്രശ്നമുണ്ടോ? അതിന് വേണ്ടിയിട്ട് സർക്കാർ ഇങ്ങനത്തെ ഒരു ഡാറ്റ കളക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങളെ വെറും ബാലിശമായിട്ട് തന്നെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ കേട്ട രാഹുൽ ഗാന്ധിയുടെ സ്വരമുണ്ട്. അത് 5 ഗ്യാരണ്ടികൾ എന്നാണ് പറയുന്നത്. ഈ 5 ഗ്യാരണ്ടികൾ തന്നെ എന്താണ്? ഒന്ന്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTCയിൽ യാത്ര. KSRTC ഓൾറെഡി ദുർബലമായിട്ട് കിടക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനത്തിലേക്കല്ലേ ഈ ഒരു ആഹ്വാനം വരുന്നത്. അതുകൂടാണ്ട് തന്നെ 3000 രൂപ പെൻഷൻ എന്ന് പറയുന്നു. ഇതിനു മുമ്പ് തന്നെ സർക്കാർ 1600 ആയിരുന്ന പെൻഷൻ 2000 ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്തെല്ലാം പുകിലാണ് ഇവരെ സൃഷ്ടിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇവർ തന്നെ വാഗ്ദാനം നടത്തുകയാണ്, ഞങ്ങൾ 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന്. ഈ തെലങ്കാനയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 2500 രൂപ കൊടുക്കാൻ സാധിക്കാത്ത ഗ്യാരണ്ടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് 3000 എന്ന് പ്രഖ്യാപിക്കുന്നത് മനസ്സിലാക്കണം. കാരണം തെലങ്കാനയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികളും ഈ ഗ്യാരണ്ടികളും ഒന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ വന്നിട്ട് ഇതേമാതിരത്തെ പ്രസ്താവനകൾ നടത്തുന്നത്. അതുകൂടാണ്ട് സൗജന്യ ബസ് യാത്ര, ഇതൊക്കെ അംഗീകരിക്കുന്നത്. 5 ലക്ഷം രൂപ വരെ ചെറുപ്പക്കാർക്ക് പുതിയ സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പലിശരഹിത വായ്പ നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക ബാധ്യത നേരത്തെ തന്നെ പ്രധാനമന്ത്രി തൊഴിൽ പദ്ധതി അനുസരിച്ചിട്ട് ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ലോൺ കൊടുത്തിട്ട് ആ ലോൺ തന്നെ ബാങ്കുകൾക്ക് NP ആയിട്ട് കിടക്കുന്നു. ഏറ്റവും ഒടുവിൽ അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഈ പ്രതിപക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നൊക്കെ പൈസ കൈപ്പറ്റിക്കൊണ്ട് 25 ലക്ഷം രൂപയുടെ സൗജന്യ മെഡിക്ലെയിം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അതിനകത്ത് 2 ദോഷഫലങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 25 ലക്ഷം രൂപയുടെ പ്രീമിയം അതെല്ലാ വ്യക്തികൾക്കുമാണ്. 25 ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കണമെങ്കിൽ എത്ര 1000 കോടി രൂപ വരും? എത്ര 1000 കോടി രൂപ വരും? ഇത് സർക്കാർ എവിടെ നിന്ന് കണ്ടെത്തും? ഒരു ആരോഗ്യ മേഖലയ്ക്ക് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്ന തുകയുടെ ഇരട്ടി തുക സർക്കാർ കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. 25 ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ അത് കണ്ടെത്തിയെന്ന് കരുതുക, ഇത് ആർക്കാണ് നേട്ടമുണ്ടാവുക?
നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകൾ ഓടിയെത്തും എന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു പനിയായിട്ട് ചെന്ന് ഒരു $650 കഴിച്ച് ചിലത് മാറുന്നതായിരിക്കും. പക്ഷേ അവിടെ നമ്മളെ അഡ്മിറ്റ് ചെയ്ത് നമ്മുടെ സാധിക്കുന്ന എല്ലാ ടെസ്റ്റുകളും നടത്തി അതെല്ലാം ഈ ഇൻഷുറൻസിലൂടെ ക്ലെയിം ചെയ്തെടുത്ത് അവർ എങ്ങനെ അങ്ങോട്ട് വളർന്ന് പന്തലിക്കും. കാരണം നിസ്സാര ഇൻവെസ്റ്റ്മെൻ്റ് അല്ല മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. ഏകദേശം 6000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ നടത്തിയിട്ടുള്ളത്. അത് പ്യൂർ ബിസിനസ്. യെസ്, ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള കമ്പനികൾ, KKR പോലെയുള്ള കമ്പനികൾ നടത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യാജ ഗ്യാരണ്ടികളാണ് രാഹുൽ ഗാന്ധി ഈ വോയിസ് മെസ്സേജിൽ കൂടി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണുള്ളത്. മുഖ്യമന്ത്രി ഒരു മെസ്സേജ് കേരളത്തിലെ ജനങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ച സമയത്ത് അത് ഡാറ്റ ചോർച്ചയായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓരോ ആളുകളുടെ ഫോണിലേക്കും അയക്കുന്ന ശബ്ദ സന്ദേശം അത് ഡാറ്റ ചോർച്ച ആണോ അല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.